ചിങ്ങമാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ അതൊരു വർഷത്തേക്കുള്ള ഫലത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. വരുന്ന ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കരിയർ, ദാമ്പത്യം, ജീവിതം, ജോലി, ധനം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. പല വിധത്തിലുള്ള ഗ്രഹരാശി മാറ്റങ്ങളാണ് വരുന്ന ഒരു വർഷം സംഭവിക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരിലും എന്തൊക്കെയാണ് ഈ സമയം സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന് നോക്കാം. മേടക്കൂർ. മേടക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ചിങ്ങം തുടങ്ങുന്ന ഒരു വർഷത്തോളം ഗുണദോഷ ഫലങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയമാണ്. പലപ്പോഴും ശത്രുക്കൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കൂടാതെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടായേക്കാം. എന്നാൽ 6 മാസത്തിന് ശേഷം കാര്യങ്ങൾ മികച്ചതായിരിക്കും. ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ചിങ്ങത്തിൽ ആരംഭിക്കുന്ന നേട്ടങ്ങൾ വർഷം മുഴുവൻ നിലനിൽക്കും. കൂടാതെ സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അപകീർത്തിക്കുള്ള സാധ്യതയുള്ളതിനാൽ അല്പം കൂടുതൽ കരുതൽ മുന്നോട്ട് വെക്കണം. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി മികച്ച സമയമായിരിക്കും. മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ശാരീരികമായി പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് നിങ്ങൾക്ക് ആശുപത്രി വാസത്തിന് സാധ്യത വർദ്ധിപ്പിക്കും. കൂടാതെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്യും. ബന്ധങ്ങളെ നിസ്സാരമായി കാണരുത്. അനാവശ്യ ആശങ്കകൾ ഒഴിവാക്കണം. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് ചിങ്ങത്തിൽ അപ്രതീക്ഷിതമായ സ്ഥാനഭ്രംശം ജോലിയിൽ സംഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, സാമ്പത്തികമായി നിങ്ങളുടെ ജീവിതം മികച്ചു നിൽക്കുമെങ്കിലും അശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. രോഗങ്ങൾ പല വിധത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുക. ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ കരുതലോടെ കൈകാര്യം ചെയ്യണം. എങ്കിലും അതിലൊന്നും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. പലപ്പോഴും വരുന്ന ഒരു വർഷം നിങ്ങളുടെ ജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പല കോണിൽ നിന്നും പണം തേടിയെത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. ഓഫീസിൽ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ. കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകൂല മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. ആഗ്രഹങ്ങൾ പലതും പൂർത്തീകരിക്കപ്പെടും. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. നേട്ടങ്ങൾ നിസ്സാരമായിരിക്കുകയില്ല. മാനസിക ആരോഗ്യവും മെച്ചപ്പെടുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ജോലി സംബന്ധമായി വിദേശ യാത്രകൾ നടത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടും. പലപ്പോഴും സന്താന സൗഭാഗ്യവും നിങ്ങൾക്കുണ്ടാവും. സ്ത്രീകൾക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലം ലഭിക്കുന്നതാണ്. വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് ചിങ്ങം ആരംഭിക്കുന്ന വർഷത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ തേടിയെത്തും. വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ആരോഗ്യവും നിസ്സാരമായിരിക്കുകയില്ല. എങ്കിലും അധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ല. സാമ്പത്തികമായി എടുക്കുന്ന തീരുമാനങ്ങൾ അനുകൂലമായി വരുന്നതിന് ശ്രദ്ധിക്കണം. ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് ചിങ്ങം തുടങ്ങുന്ന വർഷത്തിൽ വരുമാനം ഇരട്ടിയാവുന്നതാണ്. പുതിയ വീട് പണി ആരംഭിക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. വാഹന യോഗവും നിങ്ങളെ തേടിയെത്തും. വീട്ടിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നതിനുള്ള യോഗമുണ്ട്. ആരോഗ്യത്തെ നിസ്സാരമാക്കരുത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ടുവരും. മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ചിങ്ങമാസം മുതൽ പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് തേടിയെത്തുന്നത്. വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകും. പ്രണയിക്കുന്നവർക്കും പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങൾ തേടിയെത്തും. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. ആരോഗ്യത്തെ ഒട്ടും നിസ്സാരമാക്കരുത്. സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോവാൻ സാധിക്കുന്നതാണ്. അനാവശ്യ ആശങ്കകളെ അതുപോലെ മാത്രമേ കൈകാര്യം ചെയ്യാവൂ. കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് വരുന്ന ഒരു വർഷക്കാലം ഇനി ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തും. ബന്ധുക്കളുടെ കാര്യത്തിൽ ഒരിക്കലും അനാവശ്യ ഇടപെടലുകൾ നടത്തരുത്. അത് ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാക്കും. ജോലി സ്ഥലത്ത് സന്തോഷകരമായ മാറ്റങ്ങൾ തേടിയെത്തും.
ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്ന വർഷം കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മീനക്കൂറ്. മീനക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് പലപ്പോഴും ജോലിസ്ഥലത്തുള്ള പ്രതിസന്ധികൾ വർദ്ധിക്കുന്ന ഒരു വർഷമാണ്. പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് യോഗമുണ്ട്. എങ്കിലും അല്പം ശ്രദ്ധിക്കേണ്ട ചില സമയം വരും വർഷം സംഭവിക്കുന്നതാണ്. അനാവശ്യമായി യാതൊരു കാര്യത്തിലും പണം ചിലവാക്കരുത്. അത് നിങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ 6 മാസത്തിന് ശേഷം അതിൽ മാറ്റം വരുന്നതാണ്.